എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1201 ആണ്ട് പുതുവർഷത്തെ ഇടവൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദം, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഇപ്പോൾ 2-ൽ നിൽക്കുകയാണ്. ശനി 11-ൽ സഞ്ചരിക്കുന്നു, രാഹു 10-ലൊക്കെ സഞ്ചരിക്കുന്നു. എല്ലാ രീതിയിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷഫലമാണ് ഇടവൻ രാശിക്കാരെ കാത്തിരിക്കുന്നത്. സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയുമെല്ലാം വന്നു ചേരുന്നതാണ്. ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാധീനവും ഭാഗ്യവും കൊണ്ട് വളരെ എളുപ്പത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നതാണ്. തൊഴിൽ സംബന്ധമായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങളുണ്ടാകും. വിദേശവാസം, വിദേശ ജോലിയൊക്കെ നോക്കുന്നവർക്കും ആഗ്രഹ സാഫല്യമുണ്ടാകുന്ന ഒരു കാലയളവാണ്. ദാമ്പത്യപരമായിട്ടും ഇവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവിൽ മികച്ച ആരോഗ്യസ്ഥിതിയും നിലനിർത്താൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും 1201 ആണ്ട് എന്ന് പറയുന്നത്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നേട്ടങ്ങളും അംഗീകാരങ്ങളും പ്രശസ്തിയുമൊക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ്. പൊതുവെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 1201.